14 കൊല്ലമായിട്ട് ഞാനും 4 കുടുംബങ്ങൾ ഊരുവിലക്കിലാണ്. ഈ കാലത്തിലിടയ്ക്ക് ഞങ്ങൾ 3 വീടുകളിൽ നിക്കാഹ് നടന്നു. അവർ നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് നടത്തിയത്. ഇപ്പോൾ അവർ പറഞ്ഞു മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഊരുവിലക്ക് നേരിടുന്നുവെന്ന് ആരോപിച്ച് മൊബൈൽ ടവറിന് മുകളിൽ കയറി മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി. മലപ്പുറം തിരുനാവായ സ്വദേശി ടി.കെ. മുഹമ്മദാണ് മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ടി.കെ. മുഹമ്മദ് പറയുന്നു. ഇന്നു വൈകിട്ട് 4:30യോടെയാണ് മലപ്പുറം കോട്ടക്കുന്നിലെ മൊബൈൽ ടവറിന് മുകളിൽ മുഹമ്മദ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ടവറിന് മുകളിൽ കയറിയ തിരുനാവായ സ്വദേശി ടി.കെ. മുഹമ്മദിനെ അനുനയിപ്പിച്ച് താഴെയിറക്കി. 14 കൊല്ലമായിട്ട് ഞാനും 4 കുടുംബങ്ങൾ ഊരുവിലക്കിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വരവ് ചില കണക്ക് ചോദിച്ചതാണ് ഒരു കാര്യം. രണ്ടാമത്തത് പിന്നെ പള്ളിയുടെ യഥാർത്ഥ ആധാരം, അതായത് 1905 ആധാരം പൂഴ്ത്തി വെച്ചിട്ട് കള്ളാധാരം ഉണ്ടാക്കിയിട്ട് മുത്തവല്ലിയായിട്ട് പൈസ കക്കുക, അത് ചോദിച്ചതാണ് രണ്ടാമത്തെ ഒരു കാരണം. പിന്നെ അതുമാതിരി പലജാതി കള്ളത്തരം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ കള്ളത്തരം പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യമൊക്കെ പോക്കാണ്. അപ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങളെ കൂടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു മുമ്പ്. ഞങ്ങൾ ഊരുവിലക്കിയതോടുകൂടി ഇതാണ് അതിൻ്റെ പിന്നെ യഥാർത്ഥ ആധാരം. 1905 പിന്നെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ, പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള 1905 കോഴിക്കോട് സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്ത പിന്നെ ആധാരമാണിത്. ഈ ആധാരം പൂഴ്ത്തി വെച്ചിട്ട് അവർ കള്ളാധാരം ഉണ്ടാക്കി. ഞങ്ങളുടെ ഉപ്പാപ്പ ആയപ്പള്ളി കല്ലുവട്ടപ്പള്ളി കുത്തുമൂസ എന്ന് പറഞ്ഞ് 120 കൊല്ലം മുമ്പ് വാക്കാലൊക്കെ ഉപയോഗിച്ച് കള്ളാധാരം ഉണ്ടാക്കിയിട്ട് കള്ളാധാരം മുഖേന ഒരു കള്ളാധാരത്തിൻ്റെ മറവിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി. മുത്തവല്ലിക്ക് ഒരുപാട് അധികാരങ്ങൾ. അങ്ങനെ മുത്തവല്ലി ഭരിച്ചുകൊണ്ട് പിന്നെ ഈ മുഴുവൻ സംഖ്യ കക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളവ്. അപ്പോൾ ആ കളവ് ഞങ്ങൾ ചോദ്യം ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ കാരണം. പിന്നെ ഈ കാലത്തിലിടയ്ക്ക് ഞങ്ങൾ 3 വീടുകളിൽ നിക്കാഹ് നടന്നു. അവർ നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് നടത്തിയത്. ഇപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെ മരിച്ചാൽ അവിടെ മറ പെയ്യൂല എന്ന് പറഞ്ഞു. പിന്നെ SP മറ്റേ വഖഫ് ബോർഡിൻ്റെ സിഇഒക്ക് പരാതിയും പല കൊല്ലങ്ങളായിട്ട് വഖഫ് ബോർഡിൻ്റെ സിഇഒക്ക് പരാതി കൊടുക്കുക. ആ സിഇഒൻ്റെ ഓഫീസിൽ പരാതി കൊടുക്കുമ്പോൾ അവിടുത്തെ ഈ പിന്നെ കീഴൂർ താലൂക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഇവർക്ക് കൈക്കൂലി കൊടുക്കുക. അപ്പോൾ ഇവർ അത് പിന്നെ കണക്കിലെടുക്കാതെ പിന്നെ ഞങ്ങളുടെ പേരിൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാവില്ല. അവർ ചെല്ലുമ്പോൾ പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുക്കുമ്പോൾ അവർക്ക് നടപടി ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ SP കൊടുത്ത 3-4 പ്രാവശ്യം SP പരാതി കൊടുത്തു. SP പരാതി കൊടുക്കും. SP കൽപ്പഞ്ചേരി പോലീസിന് വിളിച്ചു പറയും. കൽപ്പഞ്ചേരി പോലീസിൽ പള്ളിക്കാർ കൊടുത്ത് പൈസ കൊടുക്കും. അത് അങ്ങനെ പോകും. അപ്പോൾ ഭയങ്കര വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഇതിപ്പം കുറേ വർഷങ്ങൾ മുന്നേയുള്ള നടപടിയാണല്ലോ. തുടർച്ചയായിട്ട് ആ വർഷം മുതലേ ഇങ്ങനെ ഇതന്നെ തുടർന്ന് വരികയാണോ? അല്ലാതെ നിങ്ങളോട് മാത്രം ഇത്ര വ്യക്തിവൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം? ഒരാൾ അവിടെ ഇതിന് മുമ്പ് ചെർക്കൽ ചെയ്താലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ചേകനൂരിൻ്റെ ഒരു ആളായിരുന്നു. അതിൻ്റെ പേരിൽ അയാളെ ഊരുവിലക്കി. അയാളുടെ പേരമകൻ മരിച്ചപ്പോൾ അവിടെ മറവ് ചെയ്തില്ല. അങ്ങനെ പോലീസ് വന്നിട്ട് ഇവരോട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മറവ് ചെയ്ത്. എന്നിട്ട് പിന്നെ അയാൾ തിരൂർ മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഒരു വിധി വാങ്ങി. പള്ളിയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളൊന്നും തടയാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെള്ളം
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.